വിദേശ രാജ്യങ്ങളിലൊക്കെ നഗ്നത കണ്ടാണ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും വളരുന്നത്. അവിടെയാണെങ്കിൽ ഈ പറയുന്ന പോലെ റേപ്പ് കാര്യങ്ങൾ അതിന്റെ റേഷ്യോ ഒക്കെ വളരെ കുറവാണ്. നമ്മുടെ നാട്ടില് ആ ഒരു കൾച്ചർ അഡോപ്റ്റ് ചെയ്താൽ ഈ കാര്യങ്ങളൊക്കെ, അതായത് റേപ്പും കാര്യങ്ങളുടെയൊക്കെ റേഷ്യോ കുറയുമെന്ന് തോന്നുന്നുണ്ടോ? റുബി എന്തോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിന് നമ്മുടെ സംസ്കാരത്തിന് അതിൻ്റെതായ ഒരു പവിത്രതയും മൂല്യവും ഉണ്ട്. ദൈവങ്ങളെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൾച്ചറും ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നതും ഇന്ത്യയിലാണ്. അവരെല്ലാവരും ഒരുമയോടെ കഴിയുന്നതും ഇല്ലേ? അതൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ബന്ധങ്ങൾക്ക് ഒരുപാട് മൂല്യം കൊടുക്കുന്നതാണ്, പ്രത്യേകിച്ച് എസ്പെഷ്യലി മലയാളികൾ. നമ്മുടെ ഒരു മലയാള സിനിമ എടുത്ത് നോക്കിയേ, എല്ലാ ഫാമിലി ഓറിയന്റഡ് ആയിരിക്കും, ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആയിരിക്കും. വിദേശ സിനിമകൾ എടുത്ത് നോക്കി, എല്ലാ ഫാന്റസിയാണ്. ഡിനോസോർ ഇതിലേക്കൂടെ വരുന്നു, ആ ഒരു യന്ത്ര മനുഷ്യൻ ഇതിലേക്കൂടെ വരുന്നു, അതിലേക്കൂടെ പറക്കുന്നു, ഒരു 10 ഗൺ ഇല്ല. ഫാന്റസി വേൾഡിലാണ് അവര് ജീവിക്കുന്നത്, നമ്മൾ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കൾച്ചർ ഇവിടെ കൊണ്ടുവന്നാലുള്ള കുഴപ്പം, അതിന്റെ കോൺസിക്വൻസ് ഭയങ്കരമാണ്. ഹായ് എവ്രി വൺ, ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്, കുറച്ച് ദിവസങ്ങളായി ഞാൻ ജിജി മാഴിയോ എന്ന സ്ത്രീയുടെ ചില പ്രസ്താവനകളെ ഖണ്ഡിച്ചുകൊണ്ട് 1-2 വീഡിയോസ് ചെയ്തു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാര്യം, എനിക്ക് ആ വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തതിന് ശേഷം കുറേ ഫേക്ക് ഐഡികളിൽ നിന്ന് മെസ്സേജസ് വരുന്നു. ഫേക്ക് ഐഡികൾ വന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുന്നു. പിന്നെ ഇതേ ഫേക്ക് ഐഡികൾ തന്നെ ജിജിയുടെ പേജിലുള്ള ചില പോസ്റ്റുകളുടെ അല്ലെ വീഡിയോസിൻ്റെ ഒക്കെ അടിയിൽ പോയി കമൻറ്റുകൾ ഇടുന്നു. ജിജി അതിന് റിപ്ലൈ കൊടുക്കുന്നു. അടുത്ത സെക്കൻഡിൽ തന്നെയാണ് എനിക്ക് റിക്വസ്റ്റ് വരുന്നത്. എന്നിട്ട് ആ ചോദ്യം എന്നൊക്കെ പറഞ്ഞാൽ, പെന്തക്കോസുകാർ നിങ്ങളുടെ പുറകെ കൂടിയേക്കുവാണോ, നിങ്ങൾ അവർക്കൊരു ഭീഷണി ആയതുകൊണ്ടാണോ എന്നൊക്കെയുള്ള യാതൊരു എന്താ പറയണ്ടേ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഓരോ കമൻസ്, അതിനവർ മറുപടി കൊടുക്കുന്നു, ദൈവം കരുതിക്കൊള്ളും എന്നൊക്കെ. സോ അതിൽ നിന്ന് തന്നെ ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. പിന്നെ ഈ ഫേക്ക് ഐഡികൾ വരുമ്പോൾ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, ഒന്നാമത് അവർ ഫേക്കാണ്. 16 ഫ്രണ്ട്സ് ഉണ്ട്, ഒരാഴ്ചയായിട്ടും 2 ആഴ്ചയായിട്ടും ഒക്കെ പൊട്ടിമുളച്ച ഐഡീസാണ്. അവർ പോയി എൻ്റെ ഫ്രണ്ട്സിൻ്റെ പോയി കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഐഡീസും അവരുടെ ഡീറ്റെയിൽസ് പോയി കഴിഞ്ഞിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് കരുതിയാണ് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യുന്നത്. അല്ലാതെ ഫേക്കിനോടൊന്നും ആൻസർ പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം കളയാൻ എനിക്ക് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തു എന്ന് മാത്രം. പക്ഷെങ്കിൽ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് നല്ല ഐഡിയ ഉണ്ട്, എവിടെ നിന്നാണ് ഈ ഫേക്ക് ഐഡീസ് വരുന്നതെന്ന്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഈ സ്ത്രീ പറഞ്ഞ പ്രസ്താവനകളെയും കൂടി മറ്റുള്ളവരെ ഒന്ന് തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എല്ലാം ഒരു വീഡിയോയിൽ തന്നെ പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്ത്രീ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുകയാണ്, ആ ചോദ്യം ചോദിച്ച ടി വി ചാനലുകാരിയുടെ ചോദ്യം തന്നെ ഒരു പെശമുണ്ട്. നഗ്നത കണ്ട് വളരുന്നത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ റേപ്പുകളുടെ റേറ്റ് കുറവുണ്ട്, ആ കൾച്ചർ ഇവിടേക്ക് അഡോപ്റ്റ് ചെയ്താൽ റേപ്പുകൾക്ക് കുറവുണ്ടാകുമോ എന്ന്. അപ്പോൾ തന്നെ ഈ സ്ത്രീ പറയുന്നു, നമ്മുടെ ഇവിടുത്തെ പോലെ കൾച്ചറുകളും ഏറ്റവും കൂടുതൽ ദൈവങ്ങളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്നതും ഒക്കെ നമ്മുടെ ഇന്ത്യയിലാണ്. ഇവിടെ നമ്മൾ കൾച്ചറിന് ഭയങ്കര മൂല്യമുണ്ട്, വാല്യൂ ഉണ്ട്, ഇങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്നു. അപ്പോൾ കൾച്ചറിന് ഏറ്റവും മൂല്യവും വാല്യൂവും ഉണ്ട് എന്ന് ഇവർ പറയുന്നതോടൊപ്പം ബന്ധങ്ങൾക്ക് വളരെ വാല്യൂ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുത്ത ഒരു മകൻ അപ്പനിട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ട ആ വീഡിയോയിലെ ആ മകൻ ഒരു കോഴിക്കോട്ടുകാരനാണ്. സ്വന്തം അപ്പൻ ചെറുപ്പത്തിൽ കരാട്ടെ അഭ്യസിപ്പിച്ച് പണം മുടക്കി കരാട്ടെ അഭ്യസിപ്പിച്ച ഒരു അപ്പൻ്റെ മകനാണത്. സ്വത്തിൻ്റെ പേരിൽ സ്വന്തം അപ്പനെ ഡ്രഗ്സൊക്കെ അടിക്കുന്ന ആളായിരിക്കാം, വന്ന് ചവിട്ടിക്കൊന്ന് സ്വർഗത്തിലേക്ക് വിട്ട ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ വയോധികൻ മരണപ്പെടുകയും ചെയ്തു. സോ മൂല്യവും മൂല്യച്യുതികളും
ഇവർ വാതോരാതെ കേരളത്തിലെ സംസ്കാരത്തെ പറ്റിയും അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്കാരത്തെ പറ്റിയുമൊക്കെ സംസാരിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് ഇത് ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളും ഒരു കുട്ടി വളർത്തപ്പെടുന്ന സാഹചര്യത്തിൻ്റെയും ഒരു സമ്മർദ്ദങ്ങളും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് ഇവിടെയുള്ള കുട്ടികൾ അങ്ങനെ ചെയ്യത്തില്ല എന്നുമില്ല, ചെയ്യുമെന്നുമില്ല. ഇവിടെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, വളരെ ഒറ്റപ്പെട്ട കേസ് മാത്രം. പക്ഷെങ്കിൽ ഇതൊന്നും ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെ പ്രത്യേകതയായിട്ട് മാത്രം കൂട്ടാൻ പാടില്ല. അതുകൊണ്ട് കേരളത്തിലെ സംസ്കാരം വളരെ, ഇവിടെയും അവിടെയും എല്ലാം ഇത് സംഭവിക്കുന്നു. അവിടുത്തേത് വളരെ മഹത്കരവും ഇവിടുത്തേത് വളരെ മോശകരവും മൂല്യച്യുതി നടക്കുന്ന രാജ്യവും അല്ലെങ്കിൽ സംസ്കാരവുമാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും ഇവർക്ക് ഒരു സംസ്കാരത്തെയും വിമർശിക്കാൻ പാടില്ല. സോ അവർ പറയുന്നുണ്ട് ഭയങ്കര ഒരുമയോടെയാണ് നാട്ടിൽ എല്ലാവരും ജീവിക്കുന്നതെന്ന്. ഈ ഒരുമ പറയുമ്പോഴും രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും എല്ലാം പേരിൽ കൊലവിളിക്കുന്ന മണിപ്പൂർ സംഭവങ്ങളൊന്നും നമുക്ക് മറക്കാൻ പാടില്ല. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്ന ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത്. സോ ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇനിയും വരുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഓരോ വീഡിയോസിന്റെ ഓരോ സെക്ഷനായിട്ട് കാണിക്കാം. നമ്മൾ ഒത്തിരി വർഷമായിട്ട് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു കൾച്ചറുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് ആ ഒരു അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന കുഴപ്പം എന്താണെന്നറിയാവോ? 15-ാമത്തെ വയസ്സില് 10ാം ക്ലാസ്സിലെ ബോയ് ഫ്രണ്ട് നമ്മുടെ ഗേൾ ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറി വരും. അപ്പൻ ബെഡ്റൂം തുറന്നു കൊടുക്കേണ്ട സ്ഥിതി വരും. റൂബിയുടെ മോൻ ഇങ്ങനെ വന്ന റൂബി സഹിക്കൂ? റൂബി ഒരിക്കലില്ല. അവിടെ അതാ നടക്കുന്നത്. കാരണം എന്റെ അനുജത്തിയുടെ, എന്റെ കസിന്റെ മോൾ, അവര് ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പൊ അവരിവിടെ +2 ഇത് 10th ആ ഒരു കാറ്റഗറി സ്കൂൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഗേൾ ഫ്രണ്ട് ഇല്ല. അപ്പൊ കളിയാക്കാൻ തുടങ്ങിയെന്ന്. നീ ഒരു ആണാണോ, നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ലേന്ന്. ആ ഒരു സിറ്റുവേഷൻ ആണ് അവിടെ. അപ്പൊ ഒരു ഹൈസ്കൂൾ റേഞ്ച് ആകുമ്പോഴത്തേക്കും ഗേൾ ഫ്രണ്ടായിട്ട് ഒന്നിക്കണം, അവർ ഡേറ്റിങ്ങിന് പോകണം, അവിടെ എല്ലാ പരിപാടിയും കഴിയും അവിടെ. ഇവിടെ നമുക്ക് ഏത് അമ്മമാർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുക, അലോ ചെയ്യാൻ പറ്റുക? എനിക്ക് പറ്റത്തില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യത്തുമില്ല. പിന്നെ അവിടെ ഒരു 3-4 പ്രാവശ്യമെങ്കിലും അവർ വിവാഹം കഴിച്ചിട്ടുണ്ടാവും. ബന്ധങ്ങൾക്ക് വിലയില്ല, അവർ ഫാന്റസി വേൾഡിലാണ്. അവരിപ്പോൾ ഒരു മൊമെന്റ് ആണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ആ പ്രസന്റ് മൊമെന്റ്സിനെ അവർ എൻജോയ് ചെയ്തു പോകുന്നു. നാളെ എന്തെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. ഒരേ അമ്മയ്ക്ക് 3 പേരിൽ 4-5 മക്കളുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് വരാതിരിക്കാനാണ് നമ്മളുടെ സംസ്കാരം അതിനൊരു മൂല്യം കൊടുത്ത് നല്ല വസ്ത്രം ധരിക്കണം, നമ്മുടെ കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം, നശിച്ചു പോകരുത് എന്ന് വിചാരിച്ച് ചെറിയൊരു സ്ട്രിക്ട്നെസ്സിൽ നമ്മുടെ പേരൻസ് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു കൾച്ചർ അഡോപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടക്കുക, സ്ലീവ്ലെസ് പൊക്കിൾ കാണിച്ച് നടക്കുക, അതെടുത്ത എന്താ കുഴപ്പം, അവിടെ റേപ്പ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ അതിലും അതിഭയങ്കരമായ കോൺസിക്വൻസ് അവിടെ നടക്കുന്നുണ്ട്. ജീവിതത്തിന്റെ മൂല്യച്യുതി നടക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, ലൈഫ് മീനിങ്ലെസ് ആയിട്ട് പോകുന്നുണ്ട്. ആ ഒരു മീനിങ്ലെസ് പോകുന്നോണ്ടാണ് ഇലൂഷൻ നിറഞ്ഞ മൂവീസ് കൂടുതൽ ക്രിയേറ്റഡ് ആവുന്നത്. ഏറ്റവും കൂടുതൽ ഫാന്റസി മൂവീസ് അവിടെ നിന്നല്ലേ വരുന്നേ, ഇല്ലേ? അതെ, തീർച്ചയായിട്ടും. യെസ്, ലൈഫിന് മീനിങ് ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ വരുന്നേ. പക്ഷെ നമ്മുടെ ഏത് മൂവിയാ ഫാന്റസിയിലായിട്ട് പോയിട്ടുള്ളത്? ഫാമിലി ഓറിയന്റഡ് ആണ്. ഫാമിലി ഓറിയന്റഡ്. നിങ്ങൾ കേട്ടല്ലോ, ഇവർ പറയുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു മകൻ ഗേൾഫ്രണ്ടുമായിട്ട് വരുമ്പോൾ പിതാവ് മുറി തുറന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള മൂല്യച്യുതികളാണ് ഈ പാശ്ചാത്യ സംസ്കാരത്തിൽ നടക്കുന്നത് എന്ന്. പക്ഷെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാകാം. ഇവർ തന്നെ മറ്റൊരു വീഡിയോ പറയുന്നത് ഇതൊരു കേട്ടറിവാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എവിടെയോ ആരോ പറഞ്ഞുള്ള ഒരു അറിവ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ സംഭവിച്ചാണ്. ഇവർ തന്നെ ഇവരുടെ അനിയത്തിയുടെ മകൻ്റെ കാര്യം പറയുന്നു. പക്ഷെങ്കിൽ അവർക്ക് ഗേൾഫ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് കളിയാക്കുന്നു. അതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അല്ലെങ്കിൽ അതൊക്കെ പിള്ളേരുടെ ഇടയിൽ നടക്കുന്ന ചെറിയ ഓരോ തമാശ രീതിയിൽ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ അവർക്ക് ഗേൾഫ്രണ്ടോ ബോയ്ഫ്രണ്ടോ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും അവരെ ഇവിടെ നാണം കെടുത്തി അവരെ എന്താ പറയണ്ടേ, അവരെ ഒരിക്കലും വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇതൊക്കെ ഇവരുടെ ഒരു ചെറിയ
എന്താ പറയണ്ടേ, അറിവിൻ്റെ ലിമിറ്റഡ് നോളജ്, അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരത്തെ പറ്റിയുള്ള ഇവരുടെ അറിവിൻ്റെ പരിമിതി കൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത് ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ചാനലിൻ്റെയൊക്കെ മുമ്പിലിരുന്ന്. കാരണം ഇങ്ങനെയൊന്നുമുള്ള അനുഭവങ്ങളൊന്നും ഞങ്ങളിവിടെയെല്ലാം പേരൻസൊക്കെ കുട്ടികളെ വളർത്തുന്നു, ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം മാനമര്യാദയൊക്കെ ജീവിക്കുന്ന ഒരു കൾച്ചറിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇതിനെ കൾച്ചറെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവർ പറയുന്നതെല്ലാം ഏകദേശം മൊറാലിറ്റിയുടെ ഒരു ആസ്പെക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ മൊറാലിറ്റിക്ക് ഒരു ആസ്പെക്റ്റേ ഉള്ളൂ, അത് അല്ലെങ്കിൽ അതിനൊരു കൾച്ചറേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന പോലെ കേരളത്തിലെ മൂല്യവും മൂല്യച്യുതിയും പോലെ തന്നെ ഇവിടെയും മൂല്യങ്ങളും മൂല്യച്യുതികളുമുണ്ട്. അതെല്ലാം ഓരോ സാഹചര്യത്തിൽ അവർ വളർന്നു വരുന്ന ചുറ്റുപാട്, അവരുടെ വീട്ടിൽ പഠിപ്പിച്ചു വിടുന്നത്, സ്കൂളിൽ പഠിക്കുന്നത്, അവരുടെ കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ്, അതുപോലെ ചർച്ച് അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ബിലീഫ്സ്, ഇതെല്ലാം ഇതിനകത്ത് ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഒരു കൾച്ചറിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ മൊത്തം അടച്ചു കെട്ടി പറയാൻ പാടില്ല. അതുപോലെ ഇവർ പറയുന്ന മറ്റൊരു വസ്തുത സിനിമകളെ പറ്റിയൊക്കെ, അത് സിനിമകളെല്ലാം ജീവിതത്തിൻ്റെ എന്താ പറയണ്ടേ മിറർ കോപ്പീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ പാശ്ചാത്യ സംസ്കാരത്തിലുള്ളത് മുഴുവൻ ഫാൻറ്റസി ഗണ്ണും അല്ലെങ്കിൽ അതുപോലുള്ള ഒരിക്കലും നടക്കത്തില്ലാത്ത ഫാൻറ്റസി വേൾഡിലെ സ്റ്റോറീസാണ്. നാട്ടിലേത് മുഴുവൻ ഫാമിലി ഓറിയൻറ്റഡ് മൂവീസാണ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിലും നമ്മൾ എത്രയോ ആക്ടേഴ്സ് തന്നെ ഓരോ മറ്റുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചതിൻ്റെ കേസുകളും അതിജീവിതകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് നിന്നുമാണല്ലോ നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ മൂവീസിനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെ ഒരു മനുഷ്യരുടെ കൺസെപ്റ്റുകൾക്കനുസരിച്ചുണ്ടാക്കുന്നതാണ്. അത് ഫാൻറ്റസികൾ കേരളത്തിൽ അത്രയും ഇല്ലെങ്കിൽ പോലും ആന്ധ്ര അല്ലെങ്കിൽ തെലുങ്ക്, തമിഴ് മൂവീസൊക്കെ എടുത്താൽ ഭയങ്കരമായ ആകാശത്തുനിന്ന് ചാടുന്നതും അല്ലെങ്കിൽ എന്തെല്ലാം നടക്കത്തില്ലാത്ത തരം ഫാൻറ്റസീസും ടെക്നോളജി യൂസ് ചെയ്ത് അതൊക്കെ ഒരു മൂവി ക്രിയേറ്റ് ചെയ്യുന്ന ഡയറക്ടറുടെ കഴിവുകളാണ്. കൂടുതലും ഫാമിലി ഓറിയൻറ്റഡ് മൂവീസ് ആയിട്ടും കേരളത്തിൽ എന്തിനെങ്കിലും കുറവുണ്ടോ? ഈ പറഞ്ഞ മൂല്യച്യുതികൾ അവിടെയും ഏറ്റവും കൂടുതൽ നടക്കുന്നില്ലേ? അപ്പോൾ ഇതൊന്നുമായിട്ടല്ല, ഇതൊക്കെ ഒരു റോങ് അല്ലെങ്കിൽ ഒരു തെറ്റായ കമ്പാരിസണാണ് ഇവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരുടെ എക്സാമ്പിൾസ് തന്നെ യാതൊരു പരസ്പര ബന്ധങ്ങളില്ലാത്ത എക്സാമ്പിൾസാണ് ഇവർ പറയുന്നത്. പാശ്ചാത്യ സംസ്കാരത്തെ ഇടിച്ചു താക്കാൻ വേണ്ടിയിട്ട് അവർ കേരളത്തിലെ സംസ്കാരം നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ മൂവീസിനെ വരെ എടുത്ത് ഇവിടുത്തെ മൂവീസ് വളരെ മോശമാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫാൻറ്റസി ഓറിയൻറ്റഡ് ആണെന്നുള്ള രീതിയിൽ പറയുന്നു. അതുപോലെ 3-4 വിവാഹം കഴിക്കുന്നതും 4-5 പിള്ളേരുള്ളത് 3-4 ആളുകളിൽ ഉണ്ടാവുന്നതാണെന്നുമൊക്കെ ഇവർ പറയുന്നു. അതൊക്കെ ഒരു സംസ്കാരത്തെ മാത്രം അടച്ചുകെട്ടി പറയാൻ പാടില്ല. കാരണം ഇവിടെയും ഏറ്റവും നല്ല ഫാമിലി ലൈഫ് നയിക്കുന്ന ഇവിടുത്തുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്. യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും നമ്മളെക്കാൾ അല്ലെങ്കിൽ കേരളത്തിലെ സംസ്കാരത്തെക്കാൾ നല്ല രീതിയിൽ ജീവിക്കുന്ന ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അവകാശപ്പെടുന്ന രീതിയിൽ തന്നെയുള്ള നല്ല ഫാമിലി ലൈഫ് നയിക്കുന്ന ഒരുപാട് നല്ല ഫാമിലീസ് ഈ രാജ്യത്തും ഞങ്ങളുടെ കണ്ണു മുന്നിൽ ജീവിക്കുന്നുണ്ട്. മലയാളികളുടെ കാര്യം വിട്ടേക്ക്, നിങ്ങൾ മലയാളികളെ അല്ല ഉദ്ദേശിച്ചതെന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ ഇവിടുത്തെ കൾച്ചറിനെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും എനിക്കതാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെ വളരുന്ന കുട്ടികളെ ഒക്കെ നിങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും ഒരു മൂല്യച്യുതിയുടെ അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെ ബേസിൽ നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാൻ പാടില്ല. ഓരോ രാജ്യത്ത് അതിൻ്റെതായ കൾച്ചേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മളെല്ലാം നല്ലത് അഡോപ്റ്റ് ചെയ്യുകയും ചീത്ത വേണ്ടെന്ന് വെക്കുകയും ചെയ്യുന്നു. ആരും മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളോ നമ്മളോ ചീത്തയാകണമെന്ന് വിചാരിച്ചല്ല ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ലതുപോലെ ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില കുട്ടികൾ തെറ്റിപ്പോകുന്നു. അമ്മമാർ അതുപോലെ അവർ പറഞ്ഞു, മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു, അമ്മയപ്പന്മാർ നല്ലതായിട്ട് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന വീട്ടിലെ കുട്ടികൾ ഒരിക്കലും വഴിതെറ്റത്തില്ല. വഴിതെറ്റിപ്പോകുന്ന കുട്ടികളുടെ പേരൻസിനെ നോക്കിയാൽ മതി, അവരുടെ ജീവിതത്തിൽ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ ഒരു പരിധി വരെയൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എത്ര നന്നായി വളർത്തിവിട്ട പേരൻസിൻ്റെയും മക്കൾ ചിലപ്പോൾ വഴിതെറ്റിപ്പോയെന്ന് വരും. കാരണം അത് പേരൻസിൻ്റെ മാത്രം തെറ്റല്ല. പേരൻസ് മാത്രമല്ല ആ കുട്ടികളുടെ സ്വഭാവവൽക്കരണത്തിൽ രൂപീകരണത്തിൽ പങ്കാളികളായിട്ടുള്ളത്. അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇവരിങ്ങനെ ജനറലൈസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊന്നും യാതൊരു ബേസും ഇല്ല. വാതോരാതെ കുറേ അങ്ങ് സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം അപ്പാടെ ഞങ്ങൾ വിഴുങ്ങി വിശ്വസിക്കണമെന്നില്ല. സോ നിങ്ങൾ മറ്റൊരു സംസ്കാരത്തെ പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ചുറ്റുവട്ടത്തൊന്ന് കണ്ണോടിച്ചിട്ട് അവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവിടെ എന്തെല്ലാം മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുണ്ട്, എന്നെക്കൊണ്ട് ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ആ ഒരു കൾച്ചർ അഡോപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഷോർട്ട്സ് ഇട്ടുകൊണ്ട് നടക്കുക, സ്ലീവ്ലെസ് പൊക്കിൾ കാണിച്ച് നടക്കുക, അതെടുത്ത എന്താ കുഴപ്പം, അവിടെ റേപ്പ് ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ അതിഭയങ്കരമായ കോൺസിക്വൻസ് അവിടെ നടക്കുന്നുണ്ട്. ഇവർ പറഞ്ഞത് കേട്ടില്ലേ,
ഷോർട്സ് ഇടുന്നതും പിന്നെ സ്ലീവ്ലെസ് ഇടുന്നതും പൊക്കിൾ കാണിച്ച് നടക്കുന്നതുമൊക്കെ കൊണ്ട് മൂല്യച്യുതി സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെ അവിടെ വലിയ കോൺസിക്വൻസസ് ഉണ്ടാകുന്നുവെന്ന് നിങ്ങളുടെ ആ വളരെ വിവരമില്ലായ്മ എന്നല്ലാതെ എനിക്കിതിന് ഒന്നും പറയാനില്ല. empty വെസൽസ് കിടന്ന് ഒച്ച വെക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിവില്ല. നിങ്ങളുടെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് നിങ്ങൾ ഈ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ പറയുന്നത്. ഇവിടെയൊക്കെ ഞങ്ങളെല്ലാവരും തന്നെ സ്ലീവ്ലെസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ ഷോർട്സ് ഇടാറുണ്ട്. നമ്മുടെ കുട്ടികളെങ്കിലും അറ്റ്ലീസ്റ്റ് അതൊക്കെ ധരിക്കാറുണ്ട്. അതൊക്കെ ഇവിടുത്തെ ഒരു നോർമൽ വേഷ സംവിധാനം എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ വെതറിനനുസരിച്ച്, ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ടൂറിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ പുറത്തേക്കൊരു കടയിൽ പോയാലും അങ്ങനെയൊന്നും ധരിച്ചാൽ ഇവിടെ ആരും അതിനിട്ടൊന്നും മൈൻഡ് ചെയ്യാനേ പോകാറില്ല. തന്നെയല്ല, അതിൻ്റെ പേരിലൊന്നും ഇവിടെ നമ്മുടെ കുട്ടികളുടെയോ നമ്മളുടെയോ ഒന്നും സംസ്കാരമോ മൂല്യമോ ഒന്നും നഷ്ടപ്പെടാറുമില്ല. അതൊക്കെ നിങ്ങളുടെ എന്താ പറയണ്ടേ, നിങ്ങൾ വെള്ള സാരി ധരിച്ച് നടക്കുന്നത് കൊണ്ട് എല്ലാവരും അങ്ങനെ വേഷം കെട്ടി നടക്കണം എന്നതിനർത്ഥമില്ല. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളെങ്കിലും നല്ലതുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇത്തരം വിവരദോഷങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ വളരെ ലോ ക്വാളിറ്റിയിൽ സംസാരിക്കുന്നതായിട്ടാണ് ജനങ്ങൾ വിലയിരുത്തുക. പിന്നെ നിങ്ങളെ അപ്പാടെ വിശ്വസിച്ച് നിങ്ങൾ പറയുന്നത് എന്തും വളരെ മൂല്യമുള്ളത് എന്ന് ധരിച്ച് പോകുന്ന കുറച്ച് ആളുകൾ നിങ്ങൾക്ക് കാണും. പക്ഷെങ്കിൽ നിങ്ങൾ മറ്റൊരു സംസ്കാരത്തെ ട്രാഷ് ചെയ്ത് അല്ലെങ്കിൽ ബാഷ് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പോയിട്ടില്ലാത്തതും ഞാൻ കണ്ടിട്ടില്ലാത്തതും എന്നാൽ എൻ്റെ കേട്ടറിവിൻ്റെ മാത്രം ബേസിൽ അല്ലെങ്കിൽ ഞാൻ വായിച്ചിറങ്ങിയതിൻ്റെ മാത്രം ബേസിൽ എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിങ്ങളിങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരും ഒരിക്കലും പ്രതികരിക്കത്തില്ല എന്ന് ചിന്തിക്കരുത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒറ്റ പെൺകുട്ടികളെയും കുറ്റപ്പെടുത്തത്തില്ല. കാരണം എന്റെ കുഞ്ഞു മക്കൾക്ക് അറിയത്തില്ല ആൺകുട്ടികളോടൊക്കെ ഇങ്ങനെ ഇടപെട്ടാൽ ഇങ്ങനെയൊക്കെ ദോഷം സംഭവിക്കുന്ന അറിയത്തില്ല. നിങ്ങളുടെ വിചാരം ഇത് നമ്മുടെ കൾച്ചറാണ്, അമേരിക്കയിലേക്ക് അങ്ങനെയല്ലേ, അവിടേക്ക് ഇങ്ങനെയല്ലേ. അവിടേക്ക് അതിൻ്റെതായ കുഴപ്പങ്ങളില്ലേ പൊന്നുമക്കളെ? 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ അവിടെ എന്താ ചെയ്യണേ? അപ്പനും അമ്മയും അതിനുള്ള ഗർഭനിരോധന മാർഗങ്ങൾ തന്നെ കൊടുത്ത് ബായിൽ കൊടുത്തു വിടുകയാ ചെയ്യണേ. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടത്തെ അങ്ങനെ അവര് നിയന്ത്രിക്കാൻ പറ്റാതെ പോയി. അതിങ്ങനെ നമ്മുടെ നാട്ടില് നല്ല ജീവിത മൂല്യം, ഏറ്റവും ജീവിത മൂല്യം, കുടുംബ ബന്ധങ്ങളും ഉള്ളത് നമ്മുടെ കേരളത്തിലാ, ഇന്ത്യയിലാണ്. എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലാ, മലയാളികളുടെ ഇടയിൽ. അത് നമ്മൾ നശിപ്പിക്കണോ മറ്റുള്ളവരുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്തിട്ട്? ഇപ്പോൾ പറഞ്ഞ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ. എന്നെ ഏറ്റവും അധികം ചൊടിപ്പിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റ്സാണ് അവർ നടത്തിയത്. അമേരിക്കയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കൾ, അമ്മയപ്പന്മാർ അവരുടെ സ്കൂൾ ബാഗിൽ ഗർഭനിരോധന മാർഗങ്ങൾ കൊടുത്തുവിടുന്നുവെന്ന്. എത്ര ഈസി ആയിട്ടാണ് അവരൊരു സംസ്കാരത്തെ മൊത്തം അടച്ചു കെട്ടി ആക്ഷേപിച്ച് സംസാരിക്കുന്നത്. കാരണം ഇവരുടെ കേട്ടറിവ് മാത്രമാണ് പോലും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടറിവുകൾ എനിക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെപ്പറ്റി ഒരുപാട് പറയാൻ, പബ്ലിക്കിൽ സംസാരിക്കാൻ കൊള്ളുകയില്ലാത്ത തരം കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി കേട്ടിട്ടുമുണ്ട്. എനിക്ക് തന്നെ മെസ്സഞ്ചറിൽ പലരും മെസ്സേജ് ചെയ്തിട്ടുമുണ്ട്. കാരണം നിങ്ങൾ നേരത്തെ എൻ്റെ ഇതേ വീഡിയോ, ഇപ്പം ഞാൻ കാണിച്ച വീഡിയോ നിങ്ങൾ പറഞ്ഞതിനടിയിൽ ഞാൻ കൊണ്ടുപോയി ഒരു കമൻ്റ് ഇട്ടതിന് ഒരുപാട് റെസ്പോൺസ്, എനിക്ക് പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് വന്നപ്പോൾ നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. 2 പ്രാവശ്യം നിങ്ങൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങളുമായിട്ട് എനിക്ക് നിങ്ങളുടെ ഒരു വീഡിയോസും കാണത്തില്ലായിരുന്നു. എനിക്ക് ആൾക്കാർ അയച്ചു തന്നതിനകത്തു നിന്നാണ് ഞാൻ പിന്നീടുള്ളതൊക്കെയും കണ്ടിട്ടുള്ളത്. പക്ഷെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിനകത്ത്, ആ കേട്ടറിവിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ പറഞ്ഞത് എത്ര കൊച്ചു കുട്ടികളെ അല്ലെങ്കിൽ ഇവിടുത്തെ മാതാപിതാക്കളെ വളരെ അപലപനീയമായ രീതിയിലാണ് നിങ്ങൾ അതിനകത്ത് ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നിങ്ങളുടെ കേട്ടറിവ്, നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് പറയാൻ പാടില്ല, നിങ്ങളുടെ കേട്ടറിവിൻ്റെ, നിങ്ങൾ ഒരുപാട് സാമ്പത്തിക ഇടപാടുകളിൽ നിങ്ങൾ ഒരുപാട് ഫ്രോഡ് കാണിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ പോട്ടയിലെ എന്തൊക്കെയോ സംഭവങ്ങളെ പറ്റിയും ഒക്കെ എനിക്കും കേട്ടറിവുണ്ട്. പക്ഷെങ്കിൽ നിങ്ങളുടെ ഈ ലോ ക്വാളിറ്റി സ്പീച്ചസിൽ നിന്നുമാണ് അതൊക്കെ ഒരുപക്ഷെ സത്യമായിരിക്കാം എന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു സ്വയം പ്രഖ്യാപിത കൗൺസിലറോ സംതിങ് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങളൊരു റിയലായിട്ടൊരു കുടുംബം നന്നാവണം അല്ലെങ്കിൽ ഒരു കുട്ടി നന്നാവണം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിനൊരു ലെവൽ ഓഫ് ക്വാളിറ്റി വേണം, അതിനൊരു സ്റ്റാൻഡേർഡ് വേണം.
നിങ്ങളുടെ സംസാരങ്ങളിൽ നിന്നൊന്നും ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ചില ആളുകൾ നിങ്ങളെ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ആരും ഒരിക്കലും പ്രതികരിക്കത്തില്ലെന്നും നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ ധരിച്ചു വെച്ചേക്കുന്നത് പോലെ ഞങ്ങളാരും ഞങ്ങളുടെ കുട്ടികളെ സ്കൂൾ ബാഗിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തു വിടാറില്ല. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇവിടെ വരുന്നു, അല്ലെങ്കിൽ ഇവിടെ അമേരിക്കയിലേക്ക് നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചപ്പോൾ നിങ്ങളും ആ കൂട്ടത്തിൽ കയറി വരുന്നു എന്ന് ഒരു കേൾവി ഉണ്ടായി. നിങ്ങളെ ക്ഷണിച്ചവർ പറയുന്നതിന് പോലും മുമ്പേ നിങ്ങൾ തന്നെ ഒരു ഫ്ലയർ ഉണ്ടാക്കി നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ട് ഇവിടെ ആർക്കും യാതൊരു പ്രയോജനവുമില്ല. ഓക്കെ, നിങ്ങളെ കൊണ്ടുവരുന്നവർ നിങ്ങളെ കൊണ്ടുവരാൻ ബാധ്യസ്ഥരാണ്. അവർ നിങ്ങളുടെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ കേട്ടിട്ടായിരിക്കാം നിങ്ങളെ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞു. പക്ഷെങ്കിൽ നിങ്ങൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾ 12 മുതൽ 17 വയസ്സുള്ള കുട്ടികൾക്ക് ഏതോ കിഡ്സ് കോർണറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയോ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾ ഇവിടുത്തെ കുട്ടികളോട് എന്ത് സംസാരിക്കാനാണ്? നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? നിങ്ങൾക്ക് എന്ത് അറിവുണ്ട്? ഇവിടുത്തെ കൾച്ചറിനെ പറ്റി വളരെ ട്രാഷ് ചെയ്ത് സംസാരിച്ച ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ്, നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെ നല്ല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസിലാണ്, നിങ്ങളാണ് അയാളെ പഠിപ്പിക്കുന്നതും അയാളുടെ നാവായിട്ട് നിൽക്കുന്നതും. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ആ ഒരു കപ്പിള് ഇവിടെ വന്ന് ഇവിടുത്തെ കുട്ടികളോട്, ഇവിടുത്തെ യങ് ജനറേഷനോട് നിങ്ങൾ എന്ത് ഡൊണേറ്റ് ചെയ്യും, എന്ത് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ ഈ വരവ് ഇവിടെ ഞങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ല. നിങ്ങളുടെ ഫൗണ്ടേഷനെ നിങ്ങൾ വളർത്താൻ വേണ്ടി, നിങ്ങൾ പണം സമ്പാദിക്കാനായിട്ടും നിങ്ങളുടെ ഫണ്ടിങ് റേസ് ചെയ്യാനും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് നിങ്ങളുടെ യാതൊരു അഡ്വൈസിൻ്റെയും ആവശ്യമില്ല. ഇവിടെ സ്വയം പ്രഖ്യാപിത കൗൺസിലേഴ്സ് അല്ല, ഇവിടെ നല്ലതായിട്ട് പഠിത്തമുള്ള, നല്ല ക്വാളിറ്റി സ്പീച്ചസ് ചെയ്യുന്ന കുട്ടികളുമായിട്ട്, ഇവിടുത്തെ സംസ്കാരത്തിൽ ജീവിക്കുന്ന കുട്ടികളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാൻ അറിയാവുന്ന ധാരാളം നല്ല കൗൺസിലേഴ്സ് ഇവിടെ ഉണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, അഡ്വൈസേഴ്സ് ഉണ്ട്. നിങ്ങളുടെ യാതൊരു കോൺട്രിബ്യൂഷൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ പണം മേടിക്കുക, ആളുകളുടെ നിന്ന് കോൺട്രിബ്യൂഷൻസ് മേടിക്കാൻ നിങ്ങൾക്ക് തിരിച്ചു പോകാം. നിങ്ങൾ വന്ന് ഏത് കമ്മ്യൂണിറ്റിയിലും, അത് ഏത് ചർച്ചോ ഏത് ഓർഗനൈസേഷനോ ആവട്ടെ, നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ്റെ ആവശ്യം ഇവിടെ ആർക്കും ഇല്ല. കാരണം നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ ആ മനസ്സിലിരിക്കുന്ന ആ ഒരു ഇടുങ്ങിയ ചിന്താഗതിയിലുള്ള ഒരു ടോക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബേസിലുള്ള ഒരു കിഡ്സ് കോർണറോ കരിക്കുലമോ എന്തൊക്കെയാണ് നിങ്ങളിവിടെ വന്ന് പറയാൻ പോകുന്നത്. ഞങ്ങളുടെ പിള്ളേർക്കൊന്നും അങ്ങനത്തെ യാതൊരു ദാരിദ്ര്യവും ഇവിടെ ഇല്ല. നിങ്ങളുടെ ഈ പ്രസംഗങ്ങളും ഒന്നും കേട്ട് അതിൽ നിന്ന് എന്തൊക്കെയോ പഠിച്ചിട്ട് ഇവിടെ ജീവിക്കേണ്ട ഗതികേടൊന്നും ഇവിടെ ഒരു മലയാളിക്കും ഇല്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് സൈലൻ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് മേടിച്ചുകൊണ്ട് നിങ്ങളുടെ പാട്ടിന് പോവുക. പക്ഷെങ്കിൽ അമേരിക്കയും ഇവിടുത്തെ കൾച്ചറിനെയും പാശ്ചാത്യ സംസ്കാരത്തെയും ഇത്രയും വിമർശിച്ചിട്ട് നിങ്ങളിവിടെ വരണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ആഗ്രഹമില്ല. നിങ്ങൾ ഇത്രയും ബാഷ് ചെയ്ത് സംസാരിച്ച ഒരു കപ്പിൾ, അല്ലെങ്കിൽ ഒരു സ്ത്രീ, നിങ്ങളുടെ ഭർത്താവ് അത്ര നല്ലവനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്തേനെ. എല്ലാം നിങ്ങളിരുന്ന് പറയുന്ന കൂട്ടത്തിൽ ജിജി നീ ആ പറഞ്ഞത് ശരിയല്ല, നമ്മളങ്ങനെ ഒരു സംസ്കാരത്തെ അടച്ചുകെട്ടി സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ പറയും ഭർത്താവിന് കീഴടങ്ങി ജീവിക്കുന്ന ഭാര്യ ആവണമെന്ന് പ്രസംഗിച്ച നിങ്ങൾ ഒരുപക്ഷെ ആ ഭർത്താവ് പറയുന്നത് കേൾക്കാനും സാധ്യതയില്ല. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രസംഗിച്ചതിന് യാതൊരു സാധുതയും ഇല്ലതാനും. അപ്പോൾ നിങ്ങൾ പറയുന്നതും നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ പ്രസംഗിക്കുന്നത്, നിങ്ങൾ പ്രസംഗിക്കുന്നതല്ല നിങ്ങൾ പറയുന്നത്. സോ ഇങ്ങനെ ഒരു ജീവിതം പുറമേ സ്റ്റേജുകളിൽ മാത്രം നന്നായിട്ട് ജീവിച്ച് കാണിക്കുന്ന നിങ്ങൾക്ക്, മറ്റുള്ള സംസ്കാരത്തെ ഇങ്ങനെ ട്രാഷ് ചെയ്ത് സംസാരിക്കുന്ന നിങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ കുട്ടികളോടോ ഞങ്ങളോടോ, അല്ലെങ്കിൽ ഞാനൊരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ്, ഇവിടെയുള്ള അമേരിക്കൻ മലയാളിയെ മൊത്തം ഞാനങ്ങ് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. കാരണം ആരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടില്ല. പലരും ഈ കാര്യങ്ങൾ ഇപ്പോൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ താനും, നിങ്ങളിങ്ങോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ. പക്ഷെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഒരാളുടെ ആവശ്യം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് നാട്ടിൽ ധാരാളം വർക്കുകൾ നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ കണ്ടു ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു മകൻ അപ്പനെ ഇടിച്ചു കൊല്ലുന്നതും 9 വയസ്സുള്ള മകളെ റേപ്പ് ചെയ്ത പിതാവിൻ്റെ കഥകളും എല്ലാം നിങ്ങൾ കേട്ടു. നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വർക്കുകൾ ചെയ്യാനുള്ളത്. കൊമ്പനാന തന്നെ അവിടെ ഒരുപാട് ആളുകളെ, നിരപരാധികളെ ഇടിച്ചു കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു. നിങ്ങൾക്ക് അതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് ആ സ്കൂൾ മുറ്റത്ത് വിൽക്കുന്ന ഡ്രഗ് കൊണ്ട് വിൽക്കുന്ന ആൾക്കാരെ, അവരെയൊക്കെ നിങ്ങൾക്കൊന്ന് നന്നാക്കാൻ പറ്റുമെങ്കിൽ, അതൊക്കെ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ഈ ഫിലോക്കാലി കൊണ്ടൊക്കെ എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് പറയാം. ഇവിടെയൊന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ ഒന്നും യാതൊരു ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക, അല്ലാതെ മറ്റുള്ള സംസ്കാരത്തെയും മറ്റുള്ള ആളുകളെയും കുറ്റം പറഞ്ഞും അവരുടെ ജീവിത രീതികളെ വിമർശിച്ചും നിങ്ങളുടെ കേട്ടറിവിൻ്റെ മാത്രം ബേസിൽ നിങ്ങൾ ഒരു കാര്യവും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിവിടെ വരുമ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നിങ്ങൾ താമസിക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്കൂൾ ബാഗിൽ എന്താണ് പിള്ളേർക്ക് ഇവിടെ മാതാപിതാക്കൾ കൊടുത്തു വിടുന്നതെന്ന് നിങ്ങൾ കാണണം, കേട്ടല്ലോ. അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഏതെങ്കിലും വീട്ടിൽ ഗേൾഫ്രണ്ടും വരുമ്പോൾ പിതാവ് റൂം തുറന്നു കൊടുക്കുന്നുണ്ടോ, ഇതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, കേട്ടല്ലോ.
ഇത്രയും ഞാൻ പറഞ്ഞതും അവർ പറഞ്ഞതും ശ്രദ്ധിച്ച നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്കൻ മലയാളികളോട്, ഇത്രയും അമേരിക്കൻ കൾച്ചറിനെയൊക്കെ ബാഷ് ചെയ്ത് സംസാരിച്ച നിങ്ങളുടെ മക്കൾ വളർന്ന സാഹചര്യങ്ങളെപ്പറ്റി ഊഹാപോഹങ്ങൾ കെട്ടിപ്പടച്ച് അത് പബ്ലിക് സ്റ്റേജുകളിലും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് പോലും നിന്ന് വിളിച്ച് പറഞ്ഞ ഈ സ്ത്രീയും അവരുടെ ഹസ്ബൻഡും സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് ഉതിരുന്ന വാക്കുകൾ കേട്ട് നിങ്ങളുടെ കുട്ടികളെ വളർത്താനും ഇവിടെ കിഡ്സ് കോർണർ നടത്താനും അല്ലെങ്കിൽ ഇവർ ഏത് തരത്തിലുള്ള മീറ്റിംഗ്സ് ആണെങ്കിലും ഇവർ ഫണ്ട് റൈസിങ്ങിന് വരുന്നെങ്കിൽ അവരുടെ ഫണ്ട് റൈസിങ് ഫിലോകാലിയ നാട്ടിൽ നടത്താൻ ഉള്ളത് എന്താണെന്ന് അവർ ചെയ്യട്ടെ. പക്ഷേ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനും നിങ്ങൾ അവരുടെ ഉപദേശങ്ങൾ കേൾക്കാനുമൊക്കെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കൂ, വിലയിരുത്തൂ. കാരണം നമുക്കിവിടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ആവശ്യമുള്ള സൈക്കോളജിസ്റ്റുകളും അങ്ങനെയുള്ള എന്താവശ്യത്തിനും അവരുടെ മാനസികാരോഗ്യത്തിന് ഡെവലപ്പ് ചെയ്യാനുള്ള എന്ത് കാര്യങ്ങൾക്കും നമുക്കിവിടെ ആവശ്യത്തിലധികം റിസോഴ്സസ് ഉണ്ട്. ഇത്രയും US കൾച്ചറിനെയും പാശ്ചാത്യ സംസ്കാരത്തെയും ഒക്കെ അടച്ചാക്ഷേപിച്ച് സംസാരിച്ച ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനസ്ഥിതിയുള്ള ഒരു കപ്പിൾ, അത് അവരായിക്കൊള്ളട്ടെ മിസ്റ്റർ ആയിക്കൊള്ളട്ടെ, അവരുടെ മനസ്സിനകത്തുള്ള ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തുള്ള കരിക്കുലം കിഡ്സ് കോർണർ എന്തൊക്കെയോ ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് അവരുടെ ബുക്സും അവരുടെ പഠിപ്പീരുകളും എല്ലാം ഇവരുടെ ഈ മാനസിക അവസ്ഥയെ ബേസ് ചെയ്തുള്ളതായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മൾ ഏത് കൾച്ചറിലായിരുന്നാലും അവർ പറയുന്ന ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളുടെ കുട്ടികളെ നമ്മളിങ്ങനെ അല്ല ഇവിടെ വളർത്തുന്നത്. നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നല്ലൊരു പേഴ്സൻ്റ് മേ ബി ഒരു മൈനോറിറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണും. അതൊരു പക്ഷേ ഇവരെ സീക്രട്ടായിട്ട് വിളിച്ച് സംസാരിച്ചതാവാം. അവരിത്ര ഒരു പബ്ലിക് സ്റ്റേജുകളിലും കൊച്ചുകുട്ടികളുടെ സ്കൂളുകളിൽ പോയി നിന്ന് ഇങ്ങനെ വിളിച്ച് സംസാരിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക. അമേരിക്കൻ മലയാളികളെ ഹ്യൂസ്റ്റൺ, ഡാലസ്, ചിക്കാഗോ, ഫ്ലോറിഡ എന്നീ സ്ഥലങ്ങളിലാണ് ഇവർ വരുന്നതെന്ന് ഇവർ തന്നെ സ്വയം പ്രഖ്യാപിച്ചു, അവരുടെ വോളുകളിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ തന്നെ ചിന്തിക്കൂ. ഇങ്ങനെയുള്ളവരുടെ സംസാരങ്ങൾ, ഇവരുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇവരുടെ ഉപദേശ സംഹിതകൾ വേണോ നിങ്ങളുടെ കുട്ടികളെ വളർത്താനും നിങ്ങൾക്ക് സ്വയം കുടുംബജീവിതം നയിക്കാനുമൊക്കെ? സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം ചെയ്ത വീഡിയോസ് അതിനെ ഒന്ന് സംക്ഷിപ്തമായിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഇന്ന് ചെയ്തത്. ഇത് ഒരു മതത്തിൻ്റെയോ ഒരു റിലീജിയൻ്റെയോ ഒരു ഡിനോമിനേഷനെയോ ഒന്നും താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല. ഇത് അങ്ങനെ ഒരു ഉദ്ദേശമേ എനിക്കില്ല. ഇത് മാനുഷിക പരിഗണനകളുടെ മാത്രം പുറത്ത് അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ മൊത്തം അടച്ചാക്ഷേപിച്ചതിൻ്റെ മാത്രം പേരിലാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. കാരണം പലർക്കും ഈ കാര്യങ്ങളൊന്നും അറിവില്ലായിരുന്നു. ഇവരുടെ വേറെ ചില വീഡിയോസ് മാത്രം കണ്ടിട്ട് ഇവർ നല്ലവരാണ്, ഇവരുടെ പ്രസ്താവനകൾ നല്ലതാണെന്ന് ചിന്തിച്ചവരുടെ ഒരു ചിന്തകളെ ഒന്നുകൂടി ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ കാര്യങ്ങൾ ഇവർ പറഞ്ഞത് എന്തൊക്കെയാണെന്നൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ചിന്തിക്കൂ. ആൻഡ് നിങ്ങളുടെ തീരുമാനങ്ങൾ എപ്പോഴും മോസ്റ്റ് പ്രൂഡൻ്റ് ആയിരിക്കട്ടെ. നമ്മളുടെ ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അഡൽസിനും യൂസ്ഫുൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ആരെങ്കിലും വന്ന് അവരെ ഉപദേശിക്കാനും അഡ്വൈസ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സസ് എടുക്കാനും ഒക്കെ നിങ്ങളുടെ ബുദ്ധിമണ്ഡലം പ്രകാശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു ഇവിടെ. താങ്ക് യു.